അള്ളാഹു നമ്മളോട് പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. നിങ്ങൾ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അദാബ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യണം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ വരുന്നതിന് മുമ്പായി. വത്തബിയു അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഏറ്റവും നല്ല സംസാരത്തെ നിങ്ങൾ അതിനെ പിൻപറ്റുകയും ചെയ്യണം. എന്നിട്ടാണ് 56-ാമത്തെ ആയത്തിൽ അള്ളാഹു അൻ തഖൂല നഫ്സുൻ, അല്ലെങ്കിൽ പരലോകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, അള്ളാഹുവിനോട് ഞാൻ കാണിക്കേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങൾ ഞാനത് നിർവഹിക്കാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് സങ്കടം പറയേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യേണ്ടതായ ചില പ്രവർത്തനങ്ങൾ ചെയ്യാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു കാരണം അതാണ്, പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് പറയേണ്ടി വരും, ഉത്തരവാദിത്തം നിർവഹിക്കാത്തവർ, ബാധ്യത നിർവഹിക്കാത്തവർ, കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവർ, കടമകൾ നിർവഹിക്കാത്തവർ, അവർക്ക് അള്ളാഹുവിനോട് പറയേണ്ടി വരും, ഫറത്തു ഫീ ജംബില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ, കടമകൾ, അത് ഞാൻ നിർവഹിക്കാതെ പോയല്ലോ എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ ഔ തഖൂല അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, ഞാൻ സൂക്ഷിക്കാതിരുന്നത്, എൻ്റെ ജീവിതത്തിൽ നന്മകളില്ലാതെ പോയത്, ഞാൻ നന്നാകാതെ പോയത് അള്ളാഹു എന്നെ നന്നാക്കാത്തത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തേണ്ടി വരും. പടച്ചോ നന്നാക്കാത്തതുകൊണ്ടാണ് ഞാൻ നന്നാകാതെ പോയത് എന്ന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നാളെ പരലോകത്തുണ്ടാവും. അതല്ലെങ്കിൽ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, എനിക്കൊരു തിരിച്ചുവരവുണ്ടായാൽ ഞാൻ നന്നായിക്കോളാം എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഒരു ചാൻസ്, രണ്ടാമതൊരവസരം കൂടെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നന്നായിക്കോളാം, എൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം മനുഷ്യർക്കുണ്ടാകും. സഹോദരങ്ങളെ, നമുക്കിത് സംഭവിക്കരുത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉണ്ടാകണം. നിർബന്ധമായും നമ്മൾ അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നമ്മിലേക്ക് പരിശുദ്ധ